10 കിലോഗ്രാമാണ്. 10 ഇൻറ്റു ജി നമുക്ക് 10 ആക്കി എടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? ലെങ്ത് ഈസ് ഗിവൺ ദാറ്റ് 20 സെൻറ്റിമീറ്റർ. 20 ഇൻറ്റു 10⁻⁻², ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ദാറ്റ് 2 ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ ഇൻറ്റു 10⁻⁻4, വേർ യങ്സ് മോഡുലസ് ഈസ് 2 ഇൻറ്റു 10⁻11. ഇനി കട്ടിംഗ് ആണ്, നന്നായി ശ്രദ്ധിച്ച് കട്ട് ചെയ്തോളൂ കേട്ടോ. സോ ഇത് 0 0 കട്ട് ചെയ്താൽ ഇവിടെ 10⁻² പോകും. അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഈ ഒരു 2 കട്ട് ചെയ്യാം, ഈ ഒരു 2 കട്ട് ചെയ്യാം, ഈ ഒരു 0 കട്ട് ചെയ്യാം, ഈ ഒരു 0 കട്ട് ചെയ്യാം. മൊത്തം കട്ട് ചെയ്ത് പോയില്ലേ, റൈറ്റ്? ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കുന്ന സമയത്ത് ഇവിടെ 10⁻⁻4 ഉണ്ട്, ഒരു 10 ഉണ്ട്, ഒരു 11 ഉണ്ട്. അപ്പോൾ 12 ഉണ്ടാവും. അപ്പം 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻⁻8 വരും. 10⁻⁸ മുകളിൽ പോകുമ്പോൾ +8 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? സാർ വയനാട് സൈലൻറ്റ് ക്യാമ്പസ് വരുമോ? അത് സാർ വയനാട് നമ്മുടെ സൈലൻറ്റ് ക്യാമ്പസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അനന്ത് സാർ പറയുന്നത്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരടാ? 1/2 എന്ന് പറയുന്ന സമയത്ത് 1/2 എന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു 10⁻8 വരും. അപ്പോൾ 0.5 ഇൻറ്റു 10 സോറി ഇവിടെ +8 ആണ്, മുകളിൽ പോകുമ്പോൾ -8 ആയിരിക്കും, -8 ആയിരിക്കും. അപ്പോൾ 0.5 ഇൻറ്റു 10⁻8 എന്നുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ 5 ഇൻറ്റു 10⁻9 ഉണ്ട്, 5 ഇൻറ്റു 10⁻10 ഉണ്ട്. അതുകൊണ്ട് 5ൻ്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ 5 ഇൻറ്റു 10⁻9 മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് എത്തും. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. സോ ഈ റിലേഷൻ പഠിച്ചിരിക്കണം കേട്ടോ മക്കളെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ റോഡിൻ്റെ ഇറ്റ്സ് ഓൺ വെയിറ്റ് കാരണമുള്ള കണ്ടീഷൻ. ഓക്കെ, ഐ മീൻ 10th. വെരി ഗുഡ്. യെസ്, ഇത് നോക്കണേ. യെസ്, the bulk model of ethanol, mercury and water are given as 0.9, 25 and 2.2 respectively in units of 10⁹ Newton per meter square. For a given value of stress, the fractional compression in volume is delta V by V. Which of the following statement about delta V by V for these three fluids is correct? എന്നല്ലേ ചോദ്യം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡെൽറ്റ വി ബൈ വിനെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡെൽറ്റ വി ബൈ വി എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ബി ദ റൈറ്റ് ആൻസർ? വെരി കെയർഫുൾ. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ മക്കളെ? ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ? ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ? ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരട്ടെ എന്ത്? ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ബൾക്ക് മോഡുലസ് is equal to P divided by delta V by V അല്ലേ? സോ delta V by V is equal to P divided by B, or delta V by V is directly proportional to 1 by B. സോ ഇതിൽ ബൾക്ക് മോഡുലസ് ആർക്കാണോ കൂടുതൽ ഓർക്ക് ഫ്രാക്ഷണൽ കംപ്രഷൻ കുറവായിരിക്കും. 1 by B, അതായത് ബൾക്ക് മോഡുലസ് ആർക്കാണോ കൂടുതൽ ഓർക്ക് ഡെൽറ്റ വി ബൈ വിയുടെ വാല്യൂ കുറവായിരിക്കും. ഫ്രാക്ഷണൽ കംപ്രഷൻ ഇൻ വോളിയം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ആർക്കാ? മെർക്കുറിക്കാണെങ്കിൽ ഏറ്റവും കുറവ് കംപ്രഷൻ ആർക്കായിരിക്കും? മെർക്കുറിക്കായിരിക്കും. സോ മെർക്കുറി ഏറ്റവും അവസാനം വരുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്. ആരുണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട്. പിന്നെ കുറവ് ആർക്കാ? വാട്ടറിനാണ്. അപ്പോൾ പിന്നെ കൂടുതൽ 0.9 ആണ് ഏറ്റവും കുറവ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എത്തനോളിന് നല്ല കൂടുതലായിരിക്കും. ഡെൽറ്റ വി ബൈ വിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? എത്തനോളിനായിരിക്കും. ഏറ്റവും കുറവായിരിക്കാം മെർക്കുറിക്കായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഓപ്ഷൻ എ അല്ലേ റൈറ്റ് ആൻസർ വരിക? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Okay, then a wire of length 50 centimeter and cross sectional area 1 millimeter square is extended by 1 millimeter. The required work will be, നമുക്കറിയാം വർക്ക് is equal to half kxന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറയുന്ന ഇക്വേഷൻ ആണ് വർക്ക് is equal to half into f into delta L. വർക്ക് is equal to half into f into delta L. Work is equal to half into f into delta L, half fx.
സോ ഇവിടെ ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളൊരു വയർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഒരു വയർ ലോങ് ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ എന്ന റിലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചൊരു കുട്ടിക്ക് ഡയറക്റ്റ് ഹാഫ് ഇൻറ്റു വയറിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. യെസ്, വയറിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലേക്ക് വരണം, y is equal to or u is equal to half kx square റിലേഷൻ നമുക്ക് ഹാഫ് ഇൻറ്റു എഫ് ഡെൽറ്റ എൽ എന്ന് പറയാൻ പറ്റും. വേർ y is given, ഏരിയ ഈസ് ഗിവൺ, ഡെൽറ്റ എൽ ഈസ് ഗിവൺ, ഓർ വാല്യൂസ് ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് ഹാഫ് കെ യാ ബൈ എൽ എടുക്കല്ലേ, ഹാഫ് കെ. ഞാൻ നിങ്ങൾക്ക് വേറൊരു റിലേഷൻ പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് യു is equal to ഹാഫ് കെ എക്സ് സ്ക്വയർ. കെ ഓർക്കാൻ ഞാൻ പറയുന്നു യാ ബൈ എൽ ഓർക്കുക. കെ എന്ന് പറയാൻ എന്താ, യാ ബൈ എൽ. എക്സിന് കറസ്പോണ്ടിങ് നിങ്ങൾ ഡെൽറ്റ എൽ പഠിക്കും. എക്സിന് കറസ്പോണ്ടിങ് ഡെൽറ്റ എൽ. നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത്, അതായത് എവിടെ പഠിക്കുന്നുണ്ട്, നമ്മുടെ SHM പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എവിടെ പഠിക്കുന്നുണ്ട്, സ്പ്രിങ്ങിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന എനർജി ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പഠിക്കുന്നില്ലേ. ആ ഇക്വേഷൻ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഇവിടെ എക്സിന് ഡെൽറ്റ എൽ കൊടുക്കുന്നു, കെക്ക് യാ ബൈ എൽ കൊടുക്കുമ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുക വർക്ക് is equal to കെ എന്ന് പറയാൻ എന്താ, യാ ബൈ എൽ, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ദാറ്റ്സ് റിലേഷൻ. യു is equal to ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം എന്ന റിലേഷനുകൾ പഠിക്കുന്നില്ലേ. അതേപോലെ നിങ്ങൾ ഓർക്കേണ്ട വേറെ റിലേഷനാണ് ഹാഫ് ഇൻറ്റു കെ എന്ന് പറയുന്നത് എന്താ, യാ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ, യാ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ. സോ ഇവിടെ നോക്കുമ്പോൾ ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഈസ് 2 into 10 raised to 10, ഏരിയ ഈസ് 1 millimeter square, that will be 10 raised to minus 6. Length is given that 50 centimeter, 50 into 10 raised to minus 2. Delta L is 1 millimeter, 10 raised to minus 3. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10 raised to minus 6 വരും അല്ലേ. സോ ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് 2 into 10 raised to 10, ഏരിയ ഈസ് 1 millimeter square, 10 raised to minus 6. ഇത് 50 into 10 raised to minus 2 and 10 raised to minus 6. യെസ്, സോൾവ് ചെയ്തേ. 2 കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് -6 -6 -12 വരും. അപ്പോൾ 10 raised to minus 2 വരും. റൈറ്റ്. 10 raised to minus 2 10 raised to minus 2 കട്ട് ചെയ്യുമ്പോൾ 1/50 വരും. 1/50 എന്ന് പറഞ്ഞിരിക്കുന്നത് 2 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 10 raised to minus 2 എന്ന് വരും. 2 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 വരും. 2 into 10 raised to minus 2 joule. ഓപ്ഷൻ സി is the right answer. 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 മനസ്സിലായോ? ഓപ്ഷൻ സി is the right answer. അതേപോലെ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ വയറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് യു is equal to ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ദെൻ we are moving to the last question. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററുമായിട്ട് നമ്മുടെ അനന്തു സാർ റെഡി ആയിട്ടിരിക്കുകയാണ്. അല്ല അനന്തു സാറേ? യെസ്, നാളെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ ഫിസിക്സ് നമ്മൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത് അല്ലേ സാറേ? ബയോളജി നമുക്ക് നേരത്തെ തുടങ്ങിയിട്ട് വേഗം പഠിച്ചു തീർക്കാം. കാരണം എക്സാമിന് അടുക്കും തോറും നമുക്ക് സമയം കുറവാണല്ലോ. ദെൻ ലാസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട റിലേഷൻ കൂടി ഞാൻ പറയുകയാണ്. ഒരു ബി ബ്രെഡ്ത്തും ഡി ഡെപ്ത്തും ഒരു എൽ ലെങ്ത്തുമുള്ള ഒരു ബീമിൻ്റെ മുകളിൽ നല്ലൊരു വെയിറ്റ് ഹാങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിപ്രഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താ ഡിപ്രഷൻ? ഡെൽ ഇസ് ഈക്വൽ ടു WL ക്യൂബ് ഡിവൈഡ് ബൈ 4BD ക്യൂബ് വൈ എന്നുള്ള റിലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഈ ബീമൊക്കെ ഐ ഷേപ്പ്ഡ് ബീമാണ് നമ്മുടെ പാലൊക്കെ പണിയുന്ന സമയത്ത് ഉണ്ടാക്കുക. നിങ്ങളിപ്പോൾ റോഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇഷ്ടം പോലെ വർക്ക് നടക്കുന്നത്. അവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രിഡ്ജിൻ്റെ ഒക്കെ മുകളിലൊക്കെ ഐ ഷേപ്പ്ഡ് ബീമായിരിക്കും. അതിൻ്റെ കാരണം എന്താ? ഈ ഒരു ലോജിക്കാണ്, ആ ഒരു ഷേപ്പ്. സോ റോ is equal to WL ക്യൂബ് ഡിവൈഡ് ബൈ 4BD ക്യൂബ് വൈ. ഈ റിലേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ എന്ത് വരും? W എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ്. W is equal to mg വരും. സോ പിക്ക് ദ ആൻസർ. റോ is equal to mgL ക്യൂബ് ഡിവൈഡ് ബൈ 4BD ക്യൂബ് വൈ എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ വോളിയമാണ്. സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഓൾ. ഞാനിത് അനന്തു സാർ അവസാന ചാപ്റ്റർ എടുക്കാൻ അനന്തു സാർ റെഡിയാണ്. താങ്ക് യു. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. അവസാന ചാപ്റ്റർ. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫാണ്. ഓക്കെ, മെയിനായിട്ട് ഗ്രാഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്. സോ ബൈ ഗൈസ്. താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. റെഡിയല്ലേടാ മക്കളെ? ഓക്കെ, ഗ്രാഫാണ് നമുക്കിനി തീർക്കാനുണ്ടായിരുന്നത്. സോ ഗ്രാഫിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. സോ വാടാ, റെഡി.
ഗ്രാഫാണ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തതാണ് കഴിഞ്ഞ ദിവസം, 10 ഡേയ്സിൻ്റെ ആദ്യത്തെ ദിവസം. അപ്പം നിങ്ങൾ ബാക്കിയുള്ളത് നോക്കാൻ വേണ്ടി അവിടേക്ക് പോകും. അവിടുത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുള്ളൂ. വൈറ്റ് മാറ്റിയേക്കും, ബ്ലാക്ക് ആക്കി. ഓക്കെ, റെഡി. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഗ്രാഫിലേക്ക് നോക്കാം. എന്താണ് യൂണിഫോം മോഷൻ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. എന്താണ് വെലോസിറ്റി? എന്താണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വെലോസിറ്റി എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി മാറുകയല്ല. റെഡിയല്ലേ? കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് യൂണിഫോം മോഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ, മാറില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും, മാറില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, യൂണിഫോം മോഷൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പീഡ് ഇൻറ്റു ടൈം, ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ടൈമിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഗ്രാഫിന്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അറിയാം. നോക്കിക്കടാ, കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലേ, എ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു എയുടെ കേസാണ് നമ്മൾ പറയുന്നത്. കിട്ടെ എ വേഴ്സസ് ബി ആണ് പറയുന്നത്. എ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എ ബിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ, എ ബി ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഇനി എ നോക്കുക, എ ബിയുടെ സ്ക്വയറിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എങ്കിൽ പരാബോളിക് ആയിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ ടൈമുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഓരോ സെക്കൻഡിലും കൂടി വരികയാണ് ഡിസ്പ്ലേസ്മെന്റ്. 10 മീറ്റർ, പിന്നെ 20 മീറ്റർ, 30 മീറ്റർ, ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ എക്സ് വേഴ്സസ് ടി ഗ്രാഫ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആയിരിക്കും വരിക. ഇനി യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ, അവിടെ നിങ്ങൾക്കറിയാം എസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അവിടെ ഞാൻ പറയുകയാണ് ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുത്തോ. ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ യു ടി 0 ആകും, ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് മനസ്സിലായി ആക്സിലറേഷൻ, ഇവിടെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മനസ്സിലായി എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണ്. എക്സ് ടി സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ കർവ് എന്തായിരിക്കും? പരാബോളിക് ആയിരിക്കും. എ ബി സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്, പരാബോളയല്ലേ കർവ്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ടി ആയിരിക്കും, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ വെലോസിറ്റി മാറി വരും, കാര്യം ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്, വെലോസിറ്റി കൂടി വരും. വെലോസിറ്റിയും ടിയുമായിട്ടുള്ള ഗ്രാഫ് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഇനി ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ബിക്കോസ് ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. റെഡിയല്ലേ? അപ്പോൾ ഇതായിരിക്കും യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസ് എന്ന് പറയുന്നത്. ഇനി യൂണിഫോം ഡീസലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഡിക്രീസിംഗ് ആയിരിക്കും, പരാബോള തന്നെ, പക്ഷേ ഡിക്രീസിംഗ് ആയിരിക്കും. ഇനി വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതായത് ഫോർ എക്സാമ്പിൾ യൂണിഫോം ഡീസലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ആക്സിലറേഷൻ എന്ന് പറയുന്ന -g ആണ്. ആക്സിലറേഷൻ -g ആണ്. അപ്പം ഞാൻ എറിയുന്ന സമയത്ത് ഒരു 30 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാകും. പക്ഷെ അത് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വന്ന് 0 ആകും. അപ്പോൾ വെലോസിറ്റി അവിടെ എറിയുന്ന സമയത്ത് മാക്സിമം ആണ്, കുറഞ്ഞു വരും. പറഞ്ഞു മനസ്സിലായോ? ആക്സിലറേഷൻ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അതാണ് യൂണിഫോം ഡീസലറേറ്റഡ് മോഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ആ ഗ്രാഫ് എന്ത് ചെയ്തു? 3 വരച്ചു കഴിഞ്ഞു. റെഡിയല്ലേ? ഇനി ഒരു ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡിന്റെ ഗ്രാഫ് ചോദിക്കാം. എ ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്, അപ്പൊ അതൊരു ഡീസലറേറ്റഡ് മോഷൻ ആണ്. ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും, ഡിക്രീസിങ് ഗ്രാഫാണ്. ഇനി ബോഡി മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുന്ന കേസ്, ആ കേസിലെ സ്പീഡ് വാസസ് ടൈമോ വെലോസിറ്റി വാസസ് ടൈമോ ചോദിക്കും. അതിൽ നിങ്ങൾ വെലോസിറ്റി വാസസ് ടൈമാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ചോദിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. പറഞ്ഞു മനസ്സിലായോ? സ്പീഡ് വാസസ് ടൈം ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എറിയുന്ന സമയത്ത് മാക്സിമം വെലോസിറ്റി മാക്സിമം ആണ്. പിന്നെ കുറഞ്ഞു വന്ന് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ അല്ലേ, അതായത് വെലോസിറ്റി എറിയുന്ന സമയത്ത് മാക്സിമം ആണ്. മുകളിൽ എത്തിക്കഴിയുമ്പോൾ വെലോസിറ്റി എന്തായി? വെലോസിറ്റി 0 ആയി. പിന്നെ താഴേക്ക് വരുമ്പോൾ അത് കൂടി വരും. അപ്പൊ പിന്നെ താഴേക്ക് വരുമ്പോൾ അത് കൂടി വരും. പറഞ്ഞു മനസ്സിലായോ? അപ്പം സ്പീഡ് വാസസ് ടൈം ആണെങ്കിൽ സ്പീഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റി, അതിന് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, സ്പീഡ് വാസസ് ടൈം ആണെങ്കിൽ അത് കുറഞ്ഞു വന്ന് 0 ആയി, പിന്നെ അത് കൂടാൻ തുടങ്ങും. എന്നാൽ വെലോസിറ്റി വാസസ് ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഒരു വെക്ടറാണ്.
അങ്ങോട്ടുള്ള വെലോസിറ്റി അല്ല തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ മാറി. അപ്പൊ അങ്ങോട്ട് പോസിറ്റീവ് ആണെങ്കിൽ താഴേക്ക് വരുന്ന സ്ഥലത്ത് എന്താണ് നെഗറ്റീവിലാണ് വരേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക വെലോസിറ്റി കുറഞ്ഞു വന്ന് 0 ആയി, പിന്നെ അത് കൂടാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യമേ മുകളിലേക്കുള്ള പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ പിന്നെ അത് താഴേക്കുള്ള നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റിയിൽ വെക്ടറിൽ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് +v ആണെങ്കിൽ ഇവിടെ -v ആണ് വരണ്ടേ. അപ്പൊ സ്വാഭാവികമായും വെലോസിറ്റി കൂടുന്നത് കാണിക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കണം? നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കണം കാണിക്കേണ്ടത്. ഇവിടെ ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡിൽ ആക്സിലറേഷൻ -d ആയതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും വരിക. വയനാട് ക്യാമ്പസ് ഒന്നും വരില്ലടാ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 4 സെന്റേഴ്സ് തന്നെ സൈലം ഇത്തവണ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അത് ഏറ്റവും അതിൻ്റെ അക്കാഡമിക്സ് ഏറ്റവും ടോപ്പായി കഴിഞ്ഞ വർഷമേ ഏറ്റവും പീക്കിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ സൈലത്തിൻ്റെ അക്കാഡമിക്സ് ദ ബെസ്റ്റ് ഇൻ കേരള. അതിൻ്റെ ഈ പറഞ്ഞ ബാക്കിയുള്ള പ്രോസസ്സ് ഞങ്ങൾ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ഇയർ സൈലത്തിൻ്റെ ക്യാമ്പസിനുള്ളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വൈവ ഡേ എന്നൊക്കെ പറഞ്ഞൊരു ഡേ, ഇൻ്ററാക്ഷൻസ് കുറച്ചും കൂടെ കൂട്ടുക, ഓരോ പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്ന കാര്യങ്ങളിൽ ഓരോരുത്തരുടെയും പേഴ്സണൽ അറ്റൻഷനും ടീച്ചർ സ്റ്റുഡൻറ്റ് പേഴ്സണൽ അറ്റൻഷൻ എങ്ങനെ കൂട്ടാമെന്നുള്ള കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള അക്കാഡമിക്സ് ഓൾറെഡി പീക്കിലാണ്. ഇതും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് 4 സെൻറ്ററിലും ഏറ്റവും റൈറ്റ് ഒരു കുട്ടി ആ എല്ലാ കുട്ടികളും സാറ്റിസ്ഫൈഡ് ആവുന്ന ലെവലിലേക്ക് മാറിയിട്ട് മാത്രമേ അടുത്തൊരു സെൻറ്റർ ഉണ്ടാകുള്ളൂ. അത് കഴിഞ്ഞ വർഷമേ നമ്മൾ തീരുമാനിച്ചതാണ്. സോ ദാറ്റ്സ് വൈ അടുത്ത വർഷം ഒരു സെൻറ്ററും പുതിയതായിട്ട് ഉണ്ടാവില്ല. റെഡി? ഓക്കെ, ഇനി ഞാൻ പറയുന്നില്ല, ഇനി അതിലേക്ക് പോകുന്നില്ല, കുറേ നേരമായി അയാളെ ചോദിക്കുന്നു, അതുകൊണ്ട് മാത്രം പറഞ്ഞാണേ. ഓക്കെ, അപ്പോൾ ഇത്രയും ഗ്രാഫുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിഫോം മോഷൻ ആകുമ്പോൾ ഈ പേജിലെല്ലാം ഉണ്ട്. യൂണിഫോം മോഷൻ ആകുമ്പോൾ XT ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു X ആക്സിസ്, വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേറ്റഡ് ആകുമ്പോഴത്തേക്കും ഇൻക്രീസിങ് ആണ്. വെലോസിറ്റി ടൈം എന്ന് പറയുന്നത് കൂടി വരും. ആക്സിലറേഷൻ അവിടെ കോൺസ്റ്റന്റ് ആണ്. ഇനി ഡീസിലറേറ്റഡ് ആകുമ്പോഴത്തേക്കും ഡിക്രീസിങ് പരാബോള, വെലോസിറ്റി കുറഞ്ഞു വരും, അവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. റെഡി? എ ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്, ആക്സിലറേറ്റഡ് ആണ്, ഡീസിലറേറ്റഡ് ആണ്, അപ്പോൾ നെഗറ്റീവ് ഡിക്രീസിങ് ആണ്. സ്പീഡ് വേഴ്സസ് ടൈം ഇങ്ങനെയായിരിക്കും, വെലോസിറ്റി ടൈം ഇങ്ങനെയായിരിക്കും, ആക്സിലറേഷൻ അവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. അതിലേക്കാണ് ഞാൻ പോകാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇതിനെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് വരാം. നോക്കാം. ഇതാണ് ഫിഗർ 1 and 2 ബിലോ ഷോസ് ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് 2 പാർട്ടിക്കിൾ അലോങ് ദി X ആക്സിസ്. വി ക്യാൻ സേ ദാറ്റ് ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആണ് യൂണിഫോം, ഇതെന്തായിരിക്കും? ഡീസിലറേറ്റഡ് മോഷൻ ആയിരിക്കും. അത് സംശയം വേണ്ട, XT ഗ്രാഫിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പാർട്ടിക്കിൾ 1 ആസ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആൻഡ് പാർട്ടിക്കിൾ 2 ആസ് യൂണിഫോം ഡീസിലറേറ്റഡ് മോഷൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Given below are the 4 curves describing variation of velocity with time for a particle. Which one of these describe the motion of particle initially in positive direction with constant negative deceleration? മനസ്സിലായോ? അതായത് ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് തന്നെ, തന്നെ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആണ്, പക്ഷേ അതിൻ്റെ ആക്സിലറേഷൻ എന്താണ്? ഡീസിലറേറ്റഡ് മോഷൻ ആണ്. ഡീസിലറേറ്റഡ് മോഷനിൽ വെലോസിറ്റി എന്ത് ചെയ്യൂടാ? കുറഞ്ഞു വരും. Y ആണ് ഉത്തരം. വെലോസിറ്റി കുറഞ്ഞു വരും. അല്ലേ? ഇതല്ലേ ഗ്രാഫ്? വെലോസിറ്റി കുറഞ്ഞു വരും, എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരികയാണെങ്കിൽ താഴേക്ക് പോകും. വെലോസിറ്റി കുറഞ്ഞു വരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു ഡീസിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിക്രീസിംഗ് ഗ്രാഫാണ്. അടുത്ത, ഫ്രം ദി ഫോളോയിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ് എ യൂണിഫോം മോഷൻ. ഓപ്ഷൻ എ ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും യൂണിഫോം മോഷനിൽ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ്. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് ആണെങ്കിൽ കുറഞ്ഞു വരും, 0 ആകും, പിന്നെ കൂടും. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. സോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. റെഡി? അടുത്ത് ഈ ഗ്രാഫുകളുടെ നമുക്ക് എന്തെടുക്കാം? സ്ലോപ്പും എടുക്കാം, ഏരിയ എടുക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ AB ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ A/B ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ A/B ആണ്. ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ A/B ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ XT ഗ്രാഫ്, VT ഗ്രാഫ്, AT ഗ്രാഫ്, 3 ഗ്രാഫുകളാണ് നമുക്കുള്ളത്. അപ്പോൾ XT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ ഏരിയ എടുക്കാതെ, അല്ലെങ്കിൽ സ്ലോപ്പ് തന്നെ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ X/T ആണ്.
ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടി ആണ് അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ഒരു എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടി ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടി ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ ഏരിയ ഒന്നും എക്സ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും റെലവൻസ് ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ടൈം പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ് അവിടെ ഉള്ളത്, വെലോസിറ്റി ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഗീവ്സ് എന്താണ്? വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് എന്ത് തരിക? വെലോസിറ്റി തരിക. ഇനി വി ടി ഗ്രാഫിനെ നമുക്ക് നോക്കാം. അതിന്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം. അതല്ലേ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വെലോസിറ്റി ബൈ ടൈം. സ്ലോപ്പ് വെലോസിറ്റി ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആരാ? ആക്സിലറേഷൻ ആണ്. റെഡിയല്ലേ? ആക്സിലറേഷൻ ആണ്. ഇനി എ ടി ഗ്രാഫ് നിങ്ങൾ നോക്കുക. അതിന്റെ സ്ലോപ്പ്, അതിന്റെ ഏരിയ. എ ടി ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഇൻറ്റു ടൈമാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ബൈ ടൈം. ആക്സിലറേഷൻ ബൈ ടൈം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ സ്ലോപ്പ് അവിടെ വർക്കല്ല. പക്ഷെ ഏരിയ അവിടെ വർക്കാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇൻറ്റു ടൈമാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, എന്താണ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം പറയാവോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്സിലറേഷന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കണം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ എന്താണ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ ഏരിയ ഓഫ് എ ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അഥവാ വി മൈനസ് യു ആണ്. റെഡിയാണോ മക്കളെ? അപ്പൊ എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ്, സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ. എ ടി ഗ്രാഫിന് സ്ലോപ്പ് ഇല്ല, ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും. ഇത്രയുമാണ് ഏരിയയെ കുറിച്ച് നിങ്ങൾ ഇത്രയുമാണ് നിങ്ങൾ സ്ലോപ്പും ഏരിയയും കുറിച്ച് അല്ലെ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫിൽ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. For the velocity time graph shown in the figure below, distance covered by the body in last 2 seconds. ഈ ലാസ്റ്റ് 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ ഓൾ ദി 7 സെക്കൻഡ്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി വെച്ച് ചെയ്യാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ ആദ്യമേ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 3 - 1 ആണ് അല്ലേ? ഇവിടെ 1 നിന്നാണ് തുടങ്ങുന്നത്. 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് അടുത്തത് ഈ ബേസ് എന്ന് പറയുന്നത് 5 - 3 ആണ്. 5 - 3 എന്ന് പറയുന്നത് 2 ആണ്. ഇതും 2 ആണ്. അപ്പോൾ 2 × 10 പ്ലസ് ഹാഫ് ഇൻറ്റു 7 - 5 2 ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഇത് 10 ആണ്. റെഡിയല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ എത്ര വരും? ഈ ടോട്ടൽ ഡിസ്റ്റൻസും അവസാനത്തെ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ മാത്രം മതി, അതായത് ഇത് മാത്രം മതി. അതിൻ്റെ ഫ്രാക്ഷനാണ് നമുക്ക് വേണ്ടത്. അതായത് അവസാനത്തെ 2 സെക്കൻഡ് എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു 2 × 10 ഡിവൈഡഡ് ബൈ ദിസ് അല്ലേ? ദിസ് ഹാഫ് ഇൻറ്റു 2 × 10 പ്ലസ് 2 × 10 പ്ലസ് ഹാഫ് ഇൻറ്റു 2 × 10. ഇതാണ് നമുക്ക്, ഈ ഫ്രാക്ഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവിടെ വേണ്ടത്. അപ്പം ഈ 2 കട്ട് ചെയ്ത് പോകും. റെഡി? ഹാഫ് ഇൻറ്റു 2 × 10, ഹാഫ് ഇൻറ്റു 2 × 10 ആകുമ്പോഴത്തേക്കും 10 + 10 20 വരും. താഴെ 20. സോ താഴെ 40 വരും, മുകളിൽ 10 വരും. ഉത്തരം 1/4 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? അത് അവിടുന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇത്രയേ ഉള്ളൂ നമുക്ക് ഗ്രാഫിൽ പഠിക്കാനായിട്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? 10 ഡേയ്സ് ചലഞ്ച് ഒന്ന് നോക്കുക. ആദ്യത്തെ 10 ഡേയ്സ് ചലഞ്ചിലുള്ളത് മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. അത് വീണ്ടും ഞാൻ പറയുന്നില്ല. അത് നോക്കുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ നമ്മൾ +1 കംപ്ലീറ്റ്ലി ഫിസിക്സ് തീർത്തു. നാളെ +2 കൂടെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ഒന്ന് വേഗം റിവൈസ് ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.